നമസ്കാരം. എൻ്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ സംസാരങ്ങൾ അല്ലെങ്കിൽ ഈ മെസ്സേജുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ഇനി ഒരു പുനർജന്മം ഇല്ല. കാരണം ഏതാണ്ട് ഈ കാലഘട്ടം അവസാനിച്ചു, ഈ കലിയുഗം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കാലഘട്ടത്ത് ഇത്രയും യുഗങ്ങളിലുള്ള പല കാര്യങ്ങളുടെയും ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ അവസാന കാര്യങ്ങളൊക്കെയാണ് ദൈവം ഇപ്പോ ചില മർമ്മങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇനി ചില അറിയിക്കാനുള്ള ചില സത്യങ്ങളൊന്നും ഇനി ഈ കാലഘട്ടം കഴിഞ്ഞാൽ കാണില്ല. അപ്പൊ എത്രത്തോളം ഈ സത്യങ്ങൾ തിരിച്ചറിയുന്നുവോ അതനുസരിച്ച് ആ ആത്മാക്കൾക്ക് ഇനി മോക്ഷം ലഭിക്കും. കാരണം ഈ പുതിയൊരു ജന്മം എടുത്ത് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലെവലിലേക്ക് ഈ അന്ത്യകാലത്ത് ദൈവം പല രഹസ്യങ്ങളും ഈ 3 ഡയമെൻഷനിലുള്ള ഈ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള രഹസ്യങ്ങളെല്ലാം ദൈവം ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞപ്പോ 1-2 സംശയങ്ങളൊക്കെ അതിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രധാന സംശയം, ഈ ആത്മാവിന് നമ്മളെ മറ്റ് ഡയമെൻഷനിലെ കാര്യങ്ങളും അദൃശക്തികളുടെ കാര്യങ്ങളും ഒക്കെ ആത്മാവിന് അറിയാമല്ലോ. കാരണം നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴെല്ലാം ആത്മാവ് മറ്റ് ഡയമെൻഷനിലൂടെ എല്ലാം സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ആത്മാവിന് ഇതെല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മനുഷ്യജന്മം എടുത്ത് ഇതെല്ലാം പഠിക്കണത്? അപ്പൊ ഈ മനുഷ്യനാണോ അല്ലെങ്കിൽ ഈ വ്യക്തിയാണോ ഇതൊക്കെ പഠിക്കേണ്ടത്, അതോ ആത്മാവാണോ? കാരണം ആത്മാവാണ് പഠിക്കേണ്ടതെങ്കിൽ ഇതൊക്കെ ആത്മാവിന് ആൾറെഡി ഇതൊക്കെ അറിയാമല്ലോ. അറിയാനുള്ള ആത്മാവാണല്ലോ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ ആരാണിത് പഠിക്കേണ്ടത്? ഇതൊരു നല്ലൊരു ചോദ്യമാണ്. അതിന്റെ ഉത്തരവാണ് ഇപ്പൊ ഞാൻ പറയാൻ പോണത്. ഈ ആത്മാവ് നമ്മളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. കാരണം ആത്മാവ് കഴിഞ്ഞ മനുഷ്യജന്മത്തിന് മുന്നേ ഉള്ള ജന്മങ്ങളിൽ അവർ സ്വതന്ത്രമായി അന്വേഷിച്ച് പഠിക്കുന്ന യാതൊരു മനസ്സും അവർക്കില്ല. പക്ഷെ ഇത്തിരി ബുദ്ധി വികാസം വന്ന ചില മൃഗങ്ങൾ, ഇപ്പോൾ ഈ പറയും പോലെ ആനയാണെങ്കിൽ പശു, പട്ടി, ഇങ്ങനെ ഈ മനുഷ്യനുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന മൃഗങ്ങളിലാണ് കുറച്ചെങ്കിലും സ്വതന്ത്ര ബുദ്ധിയിലോട്ട് അവരുടെ മനസ്സ് വരുന്നത്. അതാണ് തൊട്ട് മുമ്പുള്ള ജന്മം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മനുഷ്യജന്മത്തിലോട്ട് വരുന്നത്. അപ്പൊ ആ ജന്മത്തിലാണ് കുറച്ച് കാര്യങ്ങളെങ്കിലും അവരത് മനസ്സിലാക്കിയെടുക്കുന്നത്. പിന്നെ ചില പക്ഷികളിലൂടെയൊക്കെ ഈ ഭൂമിയിലുള്ള 4th ഡയമെൻഷനിൽ സഞ്ചരിക്കുന്ന ചില അദൃശക്തികളെയൊക്കെ അവർക്ക് കാണാൻ പറ്റുന്ന ലെവലിലേക്ക് അവരെത്തും. അതിനുശേഷം ചില മൃഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴും ഈ കാഴ്ച അവർക്കുണ്ട്. അതായത് അവരുടെ അകത്തിരിക്കുന്ന ആത്മാവിന് ഈ ഡയമെൻഷൻ പല കാര്യങ്ങൾ പഠിച്ച് വന്നിട്ട് ഈ ഡയമെൻഷന് അപ്പുറത്തൊരു ഡയമെൻഷനിലുള്ള ചില രൂപങ്ങളും കൂടി കാണാൻ പറ്റുന്ന ലെവലിലേക്ക് ഒരു അറിവ് കൊടുത്തിട്ടാണ് പിന്നെ അവർക്ക് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പൊ മനുഷ്യജന്മം കിട്ടുമ്പോൾ നമ്മൾ അകത്തിരുന്ന ആത്മാവിനെ എന്തുവരെ പഠിച്ചു? മൃഗങ്ങളിലൂടെയും പക്ഷികളിലൂടെയും മറ്റ് ചരാചരങ്ങളിലൂടെയൊക്കെ പഠിച്ച അറിവിനോടൊപ്പം മറ്റ് ഡയമെൻഷനും കൂടെ ഉണ്ടെന്നും ഈ 3യിൽ കാണുന്നതിനപ്പുറത്ത് എന്തൊക്കെ ഉണ്ട് എന്നും കൂടി കണ്ട് മനസ്സിലാക്കുന്ന ലെവലിലേ അവർക്ക് ജന്മം കഴിഞ്ഞിട്ടുള്ളൂ. മനുഷ്യജന്മം വരുമ്പോ ഈ ഒരു ക്ലൂ ഇട്ടാണ് അടുത്ത മനുഷ്യജന്മത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇനി അവിടെ നിന്നുകൊണ്ട് വേണം ഈ അടുത്ത ഡയമെൻഷനിലുള്ളത് ആര്, അവരെന്തായിരുന്നു, അവരെവിടെ നിന്ന് വന്നു, ഇതൊക്കെ അന്വേഷിച്ച് പഠിക്കേണ്ടത് മനുഷ്യനിലൂടെയാണ്. അപ്പൊ ആ ആത്മാവകത്ത് വരുമ്പോ കഴിഞ്ഞ ജന്മത്തിൽ എന്താണോ കണ്ട് മനസ്സിലാക്കി വെച്ചിരുന്ന ആ ഒരു ചെറിയൊരു ലിങ്ക് ആത്മാവിനുണ്ട്. പക്ഷെ ഈ മനുഷ്യജന്മം ആദ്യമായി കിട്ടി പൂർണ്ണ സ്വതന്ത്രനായി അവനെ വിടുമ്പോ ഇവൻ ഇതെല്ലാം അങ്ങ് മറക്കും. ഈ ആത്മാവ് ഈ കഴിഞ്ഞതങ്ങ് മറക്കും. മറന്നിട്ട് ഇവനിലൂടെ ഈ ഭൗതികമായി കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഇതിലേക്ക് അവൻ ആ ഒരു മായാലോകത്തേക്ക് അവൻ വഴുതി വീഴും. ഈ ആത്മാവ് വഴുതി വീഴുന്നതിന് ശേഷം ഇവന്റെ കൂടെ കൂടി ഇത് ആസ്വദിച്ച് നടക്കുകയും നേരത്തെ ജന്മത്തിൽ അവസാനം ഒരു ക്ലൂ പോലെ മനസ്സിലാക്കി വെച്ചിരുന്നത് അങ്ങ് മറക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ആത്മാവിന് മരണത്തിന് ശേഷം എന്താണ് അടുത്ത സ്ഥിതി എന്ന് വെച്ചാൽ അടുത്ത 4th ഡയമെൻഷനിലുള്ള ഒരു അന്ധകാര ലെവലിലേക്ക് മരണത്തിന് ശേഷം ആ ആത്മാവ് തള്ളപ്പെടും. അവിടെ അവന് ഒന്നും കണ്ടുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. കാരണം ഭൂമിയിലായിരുന്നപ്പോഴും അവൻ അന്ധകാരത്തിലേക്ക് പോയതിനാൽ മരണശേഷവും ആ ആത്മാവ് അന്ധകാരത്തിൽപ്പെടും. എന്നിട്ട് അതിന് തൊട്ട് മുന്നത്തെ ജന്മത്തിൽ മൃഗമായിട്ടിരുന്ന ആ ജന്മത്തിലൊക്കെ 4th ഡയമെൻഷൻ ചില അദൃശക്തികളെ കണ്ടതുപോലെ ഈ അന്ധകാരത്തിൽ നിന്നും ചില അദൃശ്യ ശക്തികളെ അവൻ കാണുകയും അവരിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇനി അടുത്ത ജന്മത്തിലൂടെ ബാക്കി പഠിക്കാൻ അയക്കും അല്ലെ വിടും എന്ന രീതിയിൽ അവൻ വിടുകയും ചെയ്യും. ഈ ആത്മാവിനും അതിനപ്പുറത്തോടൊന്ന് പറഞ്ഞുകൂടാ. 4th ഡയമെൻഷനിലുണ്ട്, എന്തൊക്കെ ശക്തികളുണ്ട്, ഇത്രേ അറിയാവൂ. അത് ഒന്നും കൂടി ഓർമ്മിപ്പിച്ച് അടുത്ത ജന്മത്തിലോട്ട് വിടും. അടുത്ത ജന്മത്തിലും ചിലപ്പോൾ ഈ ഓർമ്മയിൽ നിന്നും കൊണ്ട് ഇവൻ ബാക്കി ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ പിന്നെയും മറന്ന് ഭൗതികമായി ജീവിച്ച് പിന്നെയും ആ ജന്മം തീരും. ഇങ്ങനെ ചിലപ്പോൾ പല ജന്മത്തിലൂടെ ആയിരിക്കും ഇങ്ങനെയൊക്കെ എന്തോ ഉണ്ട് എന്നൊരു സത്യം തിരിച്ചറിഞ്ഞിട്ട് അത് വിശ്വസിച്ചും കൊണ്ട് അതിനപ്പുറത്തോട്ടുള്ള കാര്യം അന്വേഷിച്ചവൻ തുടങ്ങുന്നത്. ഇങ്ങനെ അന്വേഷിച്ച് തുടങ്ങിയാണ്
പിന്നെ ഈ ദേവന്മാരുണ്ട്, ദേവിമാരുണ്ട്, അവരെ പ്രാർത്ഥിച്ചാലും കാര്യം സാധിക്കും, ഇവരെ പ്രാർത്ഥിച്ചാലും കാര്യം സാധിക്കും, നമ്മൾ പോലും അറിയാതെ പല രഹസ്യങ്ങൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെയൊക്കെ അവൻ അന്വേഷിച്ച് മനസ്സിലാക്കുന്നതനുസരിച്ചേ ആത്മാവിന് അറിയാവൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ലെവലിൽ മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് അവൻ എന്ത് പഠിച്ചു, അവൻ എന്ത് മനസ്സിലാക്കി, ആ ഡയമെൻഷനിൽ വരെ അവന്റെ ആത്മാവ് പോവുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് അവൻ അറിഞ്ഞും കൂടെ അങ്ങോട്ട് പോവേയില്ല. ഇപ്പൊ ഈ ദൈവം ഇല്ല, ഇത് ഇങ്ങനെയുള്ള ശക്തികളൊന്നുമില്ല, മരിച്ചതിന് ശേഷം ആത്മാവ് എവിടെയോ അലഞ്ഞു തിരിയും, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു പോകുന്നതാണ് മരണശേഷമുള്ളത് എന്നാണ് ആ ആത്മാവ് പഠിച്ചു വെക്കണമെങ്കിൽ മരണശേഷം ആ ആത്മാവും അങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും. വേറെ ഒരു അദൃശക്തികളെയും ഒന്നും ആ ആത്മാവ് കാണൂല. അതാണ് ആ ആത്മാവിന് വേണ്ട വളർച്ചയെങ്കിൽ അത്ര മതി. അങ്ങനെ അരഞ്ഞു വെക്കൊണ്ടേയിരിക്കും. ഏതോ ഡയമെൻഷനിൽ ഈ ആത്മാവ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. നല്ല പ്രവൃത്തികൾ ചെയ്ത ഒരു ആത്മാവാണെങ്കിൽ. മോശ പ്രവൃത്തികൾ ചെയ്ത് ഇത് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല, ദൈവമില്ല, ഇങ്ങനെ ശക്തിയില്ല എന്ന് പറഞ്ഞ് മരിക്കുന്ന ഒരു ആത്മാവാണെങ്കിൽ അതും ഇങ്ങനെ അലഞ്ഞു തിരിയും. എവിടെ? ഒരു അന്ധകാരത്തിൽ, ഒന്നും കാണാതെ ഒന്നും അറിയാതെ ഇരുട്ടത്ത് നമ്മളൊരു കൂരിരുട്ടിൽ നമ്മളെ നിർത്തി അങ്ങോട്ടൊന്നും കണ്ടൂടെ ഇങ്ങോട്ടൊന്നും കണ്ടൂടെ ഒന്നും തൊടാനുമില്ല, എടുക്കാനുമില്ല. ആ ലെവലിലേക്ക് ഒരിടത്തിൽ ശൂന്യതയിൽ നിന്നാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ ആത്മാവ് ശൂന്യതയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലവുമുണ്ട്. അപ്പൊ നമ്മുടെ എന്താണോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മുടെ ഈ മരണാനന്തരം എന്താണെന്നാണ് നമ്മുടെ അറിവ്, അതനുസരിച്ചാണ് മരണത്തിന് ശേഷമുള്ള ഈ സഞ്ചാരവും. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ ആ ആത്മാവിന് ഒരു ലെവൽ കഴിയുമ്പോൾ മടുക്കും. അത് ഇപ്പൊ സ്വർഗം എന്ന രീതിയിൽ കറങ്ങിക്കൊണ്ടിരുന്നാലും ഒരു പരുവം കഴിയുമ്പോഴത്തേക്ക് ആത്മാവ് ചിന്തിച്ചു തുടങ്ങും, ഇതെന്തിങ്ങനെ, ഇത് ഒന്നുമില്ലേ, ഇത് എവിടെ പോകുന്നു, ഞാൻ എന്തിനാണ് ഇവിടെ കറങ്ങുന്നത്? ഇങ്ങനെ ആദ്യം സുഖിക്കും. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ കൊടുത്താൽ ഭയങ്കര ആർത്തിയോടെ കഴിക്കും. രണ്ടാമത്തെ ദിവസവും ബിരിയാണി കൊടുത്താൽ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും. പിറ്റേ ദിവസവും 3 നേരം ബിരിയാണിയാണെന്ന് മനസ്സിലാക്കണം. 3ാമത്തെ ദിവസവും ബിരിയാണിനെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ചെറിയ മടുപ്പ് വരും. ഭയങ്കര ഇഷ്ടത്തിൽ കഴിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ പായസം ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ ആദ്യം പായസം കൊടുത്തു, 2-3 ടൈപ്പ് പായസം കുടിച്ചു, നല്ല മധുരം ഇഷ്ടപ്പെട്ടു. 2ാമത്തെ ദിവസവും ഇതേപോലെ പായസം കൊടുത്തു, 3ാമത്തെ ദിവസം അതേപോലെ പായസം കൊടുത്തു തുടങ്ങിയാൽ അവന് മടുപ്പ് വരും. ഇതൊരു മനസ്സിന്റെ ഒരു തലമാണ്. അതേപോലെ ആ സഞ്ചാരം തുടങ്ങുമ്പോൾ അതിഭയങ്കരമായി എൻജോയ് ചെയ്ത് അവൻ ഇങ്ങനെ കറങ്ങി നടക്കും. കുറച്ചുനാൾ കഴിയുമ്പോൾ അങ്ങോട്ട് അവന് ഒരു മടുപ്പ് വരും. അപ്പൊ അവന്റെ ആ ആത്മാവ് ഉള്ളിൽ ഇങ്ങനെ എവിടെയോ ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങും. ഇത് എന്തിനു ഞാൻ ഇങ്ങനെ കറങ്ങുന്നു? അവന് ദൈവം എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതൊരു ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, ഇങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ആ ആത്മാവ് മനസ്സ്, ആ ആത്മാവിലൂടെ തന്നെ, അതാണ് ഉപബോധ മനസ്സ്, ആത്മാവിന്റെ മനസ്സ്, അതിലൂടെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ചോദിച്ച് നിരാശയിൽ വരുമ്പോൾ ഈ പ്രപഞ്ചമായ ശക്തി ഇപ്പൊ നമ്മുടെ 3 ഡയമെൻഷനിൽ നിൽക്കുന്ന നമ്മുടെ സകല ചിന്തകളും മനസ്സിലാക്കുന്നത് പോലെ 4th ഡയമെൻഷനിലുള്ള സകല സാധനങ്ങളുടെയും ചിന്തകൾ ഈ സൃഷ്ടാവതയെ മനസ്സിലാക്കും. 5th ഡയമെൻഷനിലുള്ള സകലരുടെയും ചിന്തകളാണ് ആ പ്രപഞ്ച ശക്തി മനസ്സിലാക്കുന്നത്. അതേപോലെ ഈ ആത്മാവിന്റെ ചിന്തകൾ മനസ്സിലാക്കിയിട്ട് അവന് അടുത്ത ഒരു ജന്മം കൊടുക്കും. ഇങ്ങനെ അവനെയും ആ ആത്മാവിനെയും പഠിപ്പിക്കും. ഇങ്ങനെ പഠിപ്പിച്ച് പല ജന്മങ്ങളെടുത്ത് ദൈവം എന്താണ്, ഈ അദൃശക്തികൾ എന്താണ്, ഭൂമിയിലെ ഈ ഡയമെൻഷൻ എന്താണ്, അതായത് തലങ്ങൾ എന്താണ്, അടുത്ത ഏതൊക്കെ തലങ്ങളോട് ഇങ്ങനെ സകലതും പഠിപ്പിക്കും. ഇപ്പൊ ഞാൻ ഈ നിങ്ങളെ മെസ്സേജിലൂടെ ഞാൻ പറയുന്നുണ്ട്, എന്റെ ഈ മെസ്സേജുകളൊക്കെ കേട്ട് മനസ്സിലാക്കുന്നവർക്ക് ഇനി അടുത്ത ജന്മമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ നിങ്ങളുടെ ആത്മാവ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആത്മാവ് എന്തറിയുന്നു, ആ അറിവിലാണ് മരണാനന്തര ശേഷം ഈ ആത്മാവിന്റെ സഞ്ചാരം അല്ലെങ്കിൽ ആത്മാവിന്റെ യാത്രയും. അപ്പൊ എന്നിലൂടെ ഈ സകല അങ്ങ് ഹൈ ലെവൽ വരെയുള്ള കാര്യങ്ങളുടെ രഹസ്യങ്ങളും മർമ്മങ്ങളൊക്കെ അറിയും തോറും, നിങ്ങളിതെല്ലാം കേട്ട് വിശ്വസിക്കും തോറും നിങ്ങളുടെ ആത്മാവ് നിങ്ങളിൽ എന്ത് വിശ്വസിച്ചോ ആ ലെവലിൽ പോയിരിക്കും. ഇപ്പൊ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ നിങ്ങളുടെ ആത്മാവ് ഞാൻ ഈ പറയുന്നത് കേട്ട് ഇതൊന്നും വിശ്വസിച്ചില്ല, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, പകുതി പറഞ്ഞാൽ ശരി, പകുതി കൊള്ളൂല, ആ പകുതിയിലാണ് നിങ്ങളുടെ ആത്മാവിന്റെ സഞ്ചാരം. അതേസമയം ഞാൻ ഈ പറയുന്ന 100% വിശ്വസിച്ചും കൊണ്ട് അങ്ങനെ സൃഷ്ടാവായ ആ പ്രകൃതിയെ മെനഞ്ഞെടുത്ത ആ ഒരു അദൃശ ശക്തിയിലോട്ട് തന്നെ എനിക്ക് പോകണം. ആ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് ചെയ്തു വെച്ച ആ സൃഷ്ടികളായ അദൃശ ശക്തികളിലോട്ടല്ല എനിക്ക് പോകേണ്ടത്, ആ മെയിനിലോട്ട് പോകണം. അതാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ അറിവിൽ അത്രയും ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ ആത്മാവ് അത്രയും സത്യം ഗ്രഹിച്ചു കഴിഞ്ഞു. ആ ആത്മാവ് മരണശേഷം അങ്ങോട്ട് തന്നെ പോകാനായിട്ട് വ്യഗ്രത കാണിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ പിന്നിലെ സത്യം. ഒരു സത്യമല്ല, ഇതാണ് സത്യം. അപ്പം ഇനി എത്രത്തോളം നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയോ, എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കൂ, അത്രത്തോളം നിങ്ങളുടെ ആത്മാവ് ആ ഹൈ പൊസിഷനിലോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി അടുത്തൊരു ചോദ്യം, ഒരാൾ ചോദിച്ച ചോദ്യം, ഇപ്പൊ എന്നിലൂടെ ഈ സത്യങ്ങളെല്ലാം ഒരാള് കേട്ടു, മനസ്സിലാക്കി, എല്ലാം ഗ്രഹിച്ചു, എല്ലാം വിശ്വസിക്കുകയും ചെയ്തു. 1-2 വർഷത്തിനുള്ളിൽ ആ പുള്ളി മരണപ്പെട്ടാൽ
ഈ കേട്ട കാര്യങ്ങളും വിശ്വസിച്ച കാര്യങ്ങളൊന്നും ഭൂമിയിൽ അത് അനുസരിച്ച് പൂർത്തീകരിച്ച് കഴിയുന്നില്ലല്ലോ. അപ്പം ആ ആത്മാവ് എങ്ങനെ പോകും? അപ്പൊ ദൈവം ആയുസ് നീട്ടിക്കൊടുക്കുമോ? ദൈവം ആയുസ് നീട്ടിക്കൊടുക്കും. കാരണം അവന്റെ മരണം അതുവരെയാണ് എന്ന് അവന്റെ ജാതകത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അവൻ സൃഷ്ടാവാ ദൈവത്തെ തിരിച്ചറിഞ്ഞ് വന്നാൽ ആ ജാതകത്തിന്റെ കാര്യങ്ങളെല്ലാം മാറും. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മുടെ ജാതകം വരെ സൃഷ്ടാവാ ദൈവം ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം മാറിപ്പോകും, നമ്മുടെ വിധി മാറിപ്പോകും, ഇതെല്ലാം മാറും എന്ന് പറഞ്ഞതിന്റെ കാരണങ്ങളെ ഇതാണ്. അവൻ ആ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിയുന്നു, അവനത് വിശ്വസിക്കുന്നെങ്കിൽ അവനെ ആ വിശ്വസിച്ചതിലൂടെ അവനെ സഞ്ചരിക്കാനായിട്ട് ദൈവം അവന്റെ എല്ലാ വിധിയും മാറ്റിവിടും. അവൻ അതിലൂടെ തന്നെ സഞ്ചരിച്ച് അവൻ ജയിച്ചു പോയിരിക്കും. അവൻ ഇനി അഥവാ ഒരു 75-80 വയസ്സായ ഒരാളിത് വിശ്വസിച്ചു, ഇതെല്ലാം കേട്ടു, പുള്ളിക്കാരന് ഇതെല്ലാം ഈ ഭൂമിയിൽ തന്നെ നിവർത്തിച്ചിട്ട് ഈ സത്യയുഗം എന്താണെന്ന് എനിക്കൊന്ന് അനുഭവിക്കണം എന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിച്ചാൽ ആ 80 വയസ്സ് എന്നുള്ള പുള്ളിയുടെ വയസ്സിൽ നിന്നും ഇത് പഠിച്ചു തീരുന്നത് വരെയുള്ള ആയുസ് ദൈവം നീട്ടിക്കൊടുക്കും. ഇത് ദൈവത്തിന്റെ, കാരണം നമ്മുടെ ആയുസെല്ലാം സൃഷ്ടാവ ദൈവത്തിന്റെ കയ്യിലാണ്. ഇത് കറക്റ്റ് അതാത് സമയത്ത് പാലിക്കേണ്ട ജോലികളാണ് ഈ അദൃശ്യശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സൃഷ്ടാവായ ദൈവത്തിന്റെ മനസ്സിൽ നിന്നും അവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണ്, 80 വയസ്സുള്ള ഈ ഇയാൾക്ക് ഇനി കുറച്ചും കൂടെ ആരോഗ്യം കൊടുക്കണമെന്നും 100-110 വയസ്സ് വരെ നീട്ടിക്കൊടുക്കണമെന്നും ഇൻഫർമേഷൻ അദൃശക്തികൾക്ക് കിട്ടിയാൽ അദൃശക്തികൾ ആ കാര്യം ഈ ആത്മാവിന് വേണ്ടി ചെയ്തു കൊടുക്കും. അങ്ങനെ ഈ പുള്ളിയെ ആയുസ് നീട്ടിക്കൊടുത്തിട്ട് ബാക്കി ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കും. ഇങ്ങനെയും ദൈവം ചെയ്യും. ഇങ്ങനെ പല പരിപാടികളുണ്ട്. ഇനി മറ്റൊരു ചോദ്യം ചോദിച്ചത്, ഈ ചെറിയൊരു കേരളത്തില് എന്തിനാണ് ഈ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്? അതിന്റെ പിന്നിലെ രഹസ്യമായ കാര്യം എന്താണ്? ഈ ചോദ്യം വർഷങ്ങൾക്ക് മുന്നമേ എന്നെ സ്വതന്ത്രമായി എനിക്ക് ഒന്നും ചെയ്ത് എന്റെ ഇഷ്ടത്തിന് പോകാൻ കഴിയാതെ എന്നെ നിയന്ത്രിച്ചു കൊണ്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ദൈവം എനിക്ക് പറഞ്ഞു തന്ന മറുപടി, ഈ അന്ത്യകാലത്ത്, ഈ കലിയുഗം അവസാനിക്കുന്ന ഈ കാലത്ത്, പല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞതാണ്, അവസാനിക്കുന്ന കാലത്ത് ഭൂമിയിൽ ഒരു വലിയൊരു മാറ്റം ദൈവം പ്ലാൻ ചെയ്യുന്നു. അതായത് സത്യുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ദൈവം പ്ലാൻ ചെയ്യുന്നു. ഈ യുഗം തുടങ്ങുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് ഇത് തുടങ്ങുന്നത് എവിടെ നിന്ന് വെച്ചാൽ സൗത്തിന്റെ ഈ ഭാഗം, അതായത് നമ്മളെ ഈ തമിഴ്നാട് കേരള ബോർഡറിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇത് ആരംഭിച്ചാണ് ഈ ഭൂമി മൊത്തം വ്യാപരിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ച, അപ്പൊ അതെന്താ ദൈവം ഇവിടം തിരഞ്ഞെടുത്തു, ഈ ഭാഗം തിരഞ്ഞെടുത്തു, പ്രത്യേകിച്ച് ഈ കേരളം ഇതാണ് മെയിൻ. എന്നെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്കറിയാമല്ലോ ഈ ജോലി എനിക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കേരളത്തിലല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് കേരളം? അപ്പൊ ദൈവം പറഞ്ഞത്, ഈ ലോകത്ത് ദൈവം കാണുന്ന ലെവലിൽ, ദൈവത്തിന്റെ കണ്ണിലാണേ, മനുഷ്യരുടെ കണ്ണിലല്ല, ഏറ്റവും നെഗറ്റീവ് നിറഞ്ഞതും വ്യാജം നിറഞ്ഞതുമായ ആൾക്കാർ, അതായത് നെഗറ്റീവായിട്ടുള്ള അസുരന്മാർ ഏറ്റവും കൂടുതൽ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജനം കിടക്കുന്നത് അത്രയും ഇന്ത്യയിൽ. അപ്പം ഇന്ത്യയിലുള്ള ജനമാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും നെഗറ്റീവായി നിൽക്കുന്ന ജനം. നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലല്ല, ദൈവത്തിന്റെ കണ്ണിലാണ്. അപ്പൊ ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് എന്റെ മെസ്സേജിലൂടെയൊക്കെ നിങ്ങൾക്ക് പിടിയിട്ട് മനസ്സ്, ആ വ്യാജ മനസ്സിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി നിൽക്കുന്ന മനസ്സുള്ളവർ ഇന്ത്യയിലുള്ള ഏറ്റവും വ്യാജം നിൽക്കുന്നത് അത്രയും മലയാളികൾ കേരളത്തിൽ. ഇനി ആ കേരളത്തിൽ ഏറ്റവും വ്യാജരായി നിൽക്കുന്ന വ്യക്തികൾ കിടക്കുന്നത് അത്രയും ട്രിവാൻഡ്രത്ത്. ഇതാണ് ദൈവം കാണുന്ന കണക്ക്. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ ആത്മാവിനെ ഈ ഭാഗത്ത് അയക്കുകയും ഇവിടെ നിന്ന് ഒരു തുടക്കം കുറിക്കുകയും ചെയ്യണം എന്ന് ദൈവം എന്റെ അടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്യുന്നത്. ഇനി ഈ സൗത്ത് ഭാഗത്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഈ സൗത്ത് ഭാഗത്ത് തമിഴിലൊക്കെ ചിലപ്പോൾ വേറെയും ഇതേപോലെ ആൾക്കാർ ഉണ്ടായിരിക്കാം. ഇനി ഞാനിത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതിലൂടെ ഇപ്പൊ എന്നിപ്പോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയ പല വ്യക്തികളും രാജ്യത്തിന്റെ പല ഭാഗത്തുണ്ട്. അവരോട്ടൊക്കെ എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അവരിലൂടെയൊക്കെ ഇത് അവിടെയൊക്കെ വ്യാപരിച്ചിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ പല രീതിയിലും ദൈവം തുടങ്ങിയിട്ടുണ്ട്. തുടക്കം എന്തായാലും ഇന്ത്യയുടെ ഈ കന്യാകുമാരി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ മൂലഭാഗത്ത് നിന്നാണ് ദൈവത്തിന്റെ പ്ലാൻ ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ വേറെ ചിലരുടെയൊക്കെ സംശയങ്ങൾ, അപ്പൊ എന്റെ മെസ്സേജ് കേട്ടിട്ട് പിന്നെ ധ്യാനം, അപ്പം വേറെ ആരും പറയാത്ത പല കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് വലിയ വലിയ യോഗീശ്വരന്മാരൊന്നും അതല്ലെങ്കിൽ ഈ ഗുരുക്കന്മാരൊന്നും പറയുന്നില്ല, അതൊന്നും പറയുന്നതിന് അപ്പുറത്തുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോഴെല്ലാം അവർ ചോദിക്കുന്നു, ഞങ്ങൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ധ്യാനങ്ങൾ, 2 മണിക്കൂർ ധ്യാനം, 3 മണിക്കൂർ ധ്യാനം, പല വ്യക്തികളും പല രീതിയിൽ ധ്യാനവും ചക്രസുമൃതത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇനി നിർത്തണ്ടേ, ഇതൊക്കെ നിർത്തട്ടാ, ഇതിന്റെ ആവശ്യമില്ല, ഇതൊക്കെ തെറ്റായി പോയോ എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതെല്ലാം ഓരോ കാലത്ത് ഓരോ യോഗീശ്വരന്മാര് ദൈവവുമായി അടുക്കാനും ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരാനും അവർക്ക് കിട്ടിയ
അവരുടെ ഉള്ളിലൂടെ വന്ന നിർദ്ദേശപ്രകാരം ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ ധ്യാനവും കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. നിങ്ങൾ ഇപ്പോഴേ ആ ദൈവത്തോട് ചേരണമെന്നും ദൈവത്തെ അറിയണമെന്നും ഇങ്ങനെയുള്ള അതിയായ ആഗ്രഹം കാരണം പല വ്യക്തികളും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഈ പ്രാർത്ഥന കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളും വെച്ചാണ് ദൈവം ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് നിങ്ങൾക്ക് റിസൾട്ട് തരുന്നത്. അപ്പൊ ദൈവം കാണുമ്പോൾ, ഞാൻ പറയുന്ന ഈ പ്രപഞ്ചമാകുന്ന ദൈവം കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ദൈവത്തോടുള്ള അതിയായ തീക്ഷ്ണതയുണ്ട്, ഭക്തിയുണ്ട്, ആഗ്രഹമുണ്ട്. അത് വെച്ചിട്ട് അവസാന കാലത്ത് ദൈവവുമായി അലിഞ്ഞു ചേരാൻ ചെയ്യേണ്ട ഈ പ്രക്രിയകളെല്ലാം നിങ്ങൾ ഇപ്പോഴേ ചെയ്യുന്നു. അപ്പൊ ഇത് ക്രമം തെറ്റിയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു ക്രമമുണ്ട്. ആ ക്രമമാണ് നിങ്ങൾ തെറ്റിപ്പോയത്. അല്ല, ഇത് വേണ്ടെന്നല്ല, നിങ്ങളിതെല്ലാം ചെയ്യണം. എപ്പോഴേ ആ ക്രമത്തിൽ ആ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിന് മുന്നമേ നിങ്ങൾ ഇപ്പൊ കയറി ചെയ്തിട്ട് ഇത് തെറ്റിച്ച് കളയുന്നത്. കാരണം ഇതെല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമല്ല. ഇപ്പൊ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ഭൗതികം തന്നിട്ടുണ്ട്, ചില കർമ്മ മേഖലകൾ തന്നിട്ടുണ്ട്. അതെല്ലാം ജയിച്ച് ഇതെല്ലാം ഓക്കെ ആക്കി തൃപ്തിയായതിനു ശേഷമാണ് ഈ 3 മണിക്കൂറും 6 മണിക്കൂറും 8 മണിക്കൂറും ദൈവത്തോട് മാത്രം ഇരുന്ന് ധ്യാനിച്ച് ആ ആത്മാവിനെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന പ്രക്രിയ അവസാന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭൗതിക കാര്യങ്ങളെല്ലാം ഓക്കെ ആയതിനു ശേഷം ചെയ്യേണ്ട കാര്യമാണ്. ഇത് പക്ഷെ ദൈവത്തിന് നിങ്ങളെ അറിയിക്കണം. നിങ്ങളുടെ ഈ ആദ്യമായ തീഷ്ണതയും ദൈവത്തോടുള്ള ഭക്തിയും ആഗ്രഹവും ഒക്കെ ദൈവം കാണുന്നു. പക്ഷെ ദൈവത്തിന് നിങ്ങളെ ഈ സത്യങ്ങളെല്ലാം അറിയിക്കണം. അതുകൊണ്ടാണ് ദൈവം എന്നിലൂടെയൊക്കെ നിങ്ങളെയൊക്കെ ഇത് അറിയിക്കുന്നത്. അല്ല, തെറ്റെന്നല്ല, ഇത് വേണം, സമയത്ത് ഇതെല്ലാം വേണ്ടിവരും. പക്ഷെ അതിന് മുമ്പേ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അത് ദൈവം നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത്രനാളും ഇങ്ങനെ ചെയ്യുകയും ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുകയും ഇത്രനാളും അതിനൊക്കെ വേണ്ടിയുള്ള ധ്യാനങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എന്നിലൂടെയൊക്കെ ബാക്കി ചില കാര്യങ്ങളെല്ലാം ദൈവം നിങ്ങളെ അറിയിക്കുന്നത്. ഇതെല്ലാം ദൈവം അറിയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം ദൈവം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ശരിയായ വശത്തിലൂടെ എന്നിലൂടെ നിങ്ങളെ ഇത് അറിയിക്കുന്നതേ ഉള്ളൂ. ഒന്നും തെറ്റല്ല, സമയത്ത് ഇതെല്ലാം ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.